ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പോള. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള ഒന്ന് ചുമന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാലും മുട്ടയും കുരുമുളകും എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച പാനിൻ്റെ വശങ്ങളിലെല്ലാം നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി 3 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയതിന് ശേഷം 4 കഷ്ണങ്ങളായിട്ട് ഓരോ മുട്ടയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ബ്രെഡ് ഇതുപോലെ മുക്കിയെടുക്കാം. മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാനിലേക്ക് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ബ്രെഡ് ഓരോന്നും മുട്ടയിൽ മുക്കി ഇതുപോലെ നിരത്തിയെടുക്കാം. ബ്രെഡ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡ് വേണ്ടാത്തവർ സൈഡ് കട്ട് ചെയ്തെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നിരത്തി എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് നിരത്തി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അവിച്ച്
കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ബ്രെഡ് മുട്ടയിൽ മുക്കി ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ബ്രെഡ് നിരത്തി ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു ഫ്രൈയിങ് പാനോ ദോശക്കല്ലോ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. 5 മിനിറ്റ് പ്രീഹീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പാനോട് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈയിങ് പാനിൽ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്നൊന്ന് നോക്കാം. 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം നെയ്യ് പുരട്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈയിങ് പാനിലേക്ക് ഇത് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഫ്സ് പോലെ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളിത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.